അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സംവാദ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഇവിടെ സഖാഫിയോട് ചോദിച്ച മൂന്നാമത്തെ ചോദ്യം, ബദരീങ്ങളെ കാക്കണേ, ജീലാനി രക്ഷിക്കണേ, മനുമ്പത്തടിഞ്ഞ് ബീവിയെ സഹായിക്കണേ എന്നിങ്ങനെ സമസ്തക്കാർ സാധാരണ നടത്തി വരാറുള്ള തേട്ടം പൂർവികരാരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, പൂർവികർ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുകിൽ മുഹമ്മദ് നബി അല്ലെങ്കിൽ സ്വഹാബികൾ നടത്തിയതിന് സ്വഹീഹായ ഒരു തെളിവ് നൽകാമോ? ഞാൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആരോടെങ്കിലും മുമ്പ് സൃഷ്ടികളോട് തേടിയിട്ടുണ്ടോ? നിങ്ങൾ തേടിയതിന് തുല്യമായിട്ടുള്ള ഒരു തേട്ടം എന്നാണ് ചോദ്യം. അതല്ലെങ്കിൽ സ്വഹാബികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതിന് സ്വഹീഹായ ഒരു തെളിവ് നൽകാമോ? എന്നിട്ട് മുസ്ലിയാരോട് എന്താ ചെയ്തത്? മുഹമ്മദ് നബി സൃഷ്ടികളോട് തേട്ടം നടത്തിയതിന്റെ വല്ല തെളിവും തന്നോ? ഇല്ല. ഇനി സ്വഹാബികൾ ആരെങ്കിലും ചെയ്തതിന്റെ തന്നോ? ഇല്ല. പിന്നെയോ, പിൽക്കാലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം, ഷിയകളും അതേപോലെ തന്നെ ബറേൽവികളും ഖബർ പൂജകരുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കഥ, അത് തന്നെ സ്വഹീഹാണോ? അല്ല. ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്, സ്വഹീഹായ ഒരു തെളിവ് നൽകാമോ? അത് ഞാൻ ആരാണ് പൂർവികർ? ഉത്തമ തലമുറയിൽ മുഹമ്മദ് നബിയോ സ്വഹാബികളോ താബിയങ്ങളോ ആയിരിക്കണം. അതേതായാലും അദ്ദേഹം കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, കൊണ്ടുവന്നത് സ്വഹീഹാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ആ വിഷയത്തിൽ രണ്ട് തെളിവുകൾ എന്നുള്ള നിലക്കാണ് അവതരിപ്പിച്ചത്. ഒന്ന്, ഞാൻ ഓൾറെഡി തെളിവല്ല എന്നിവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ കാര്യമാണ്, പിന്നെ അത് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. ഏത് ഫൽസഫക്കാരുടെ വ്യാഖ്യാനം, അതായത് കലിമാത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അർവാഹുൽ ആലിയ, അത് സൃഷ്ടികളാണ്, ഉത്തമരായ ഔലിയാക്കളുടെ ആത്മാവുകളാണ്, ഉന്നത ആത്മാവുകളാണ് എന്ന് ഇൽമുൽ കലാമിന്റെ വാദം അത് ഇമാം റാസിയുടെ തലയിൽ കെട്ടി കള്ളം പറഞ്ഞ് മുസ്ലിയാർ അതൊരു തെളിവായി കൊണ്ടുവന്നു. അതെന്തല്ല, അത് നബി ചെയ്തതിന് തെളിവല്ല, സ്വഹാബികൾ ചെയ്തതിന് തെളിവല്ല, പിൽക്കാലക്കാരായ ഇൽമുൽ കലാം അവരുടെ വിശ്വാസമായി കൊണ്ടുവന്നു എന്ന് മാത്രമേ അതിലുള്ളൂ. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. രണ്ടാമത് മുസ്ലിയാർ നേരത്തെ പറഞ്ഞതും ഞാൻ ഖണ്ഡിച്ചതുമാണ്. എന്റെ ഖണ്ഡനത്തിനും മണ്ണനം നടത്താൻ സഖാഫിക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് തൊള്ളയിൽ വലിയ വർത്താനം പറയുന്നു എന്നല്ലാതെ നേർക്ക് നേരെയുള്ള ഒരു മണ്ണനം നമ്മൾ കണ്ടിട്ടില്ല. ഇനി രണ്ടാമതായിട്ട് മുസ്ലിയാർ കൊണ്ടുവന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ, മദീനത്തുൻ നബവി, മസ്ജിദുൻ നബവി, അവിടെ ഇരിക്കുന്ന സമയത്ത് വിശന്നപ്പോൾ, വിശപ്പെന്താ ഭക്ഷണം കിട്ടാനിട്ടോ പട്ടിണിയായിട്ടോ ഒന്നുമല്ല, ലീഖുൽ വക്താണ്, സമയത്തിന്റെ പ്രയാസം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സമയമില്ലാതിരിക്കുമ്പം തൊബറാനി റഹിമഹുല്ലയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ നബിയെ എനിക്ക് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞു എന്നാണ് മുസ്ലിയാർ ധ്വനിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. വിശപ്പ്, എനിക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അത് ചിലപ്പോൾ മരിച്ചുപോയ വാപ്പാനിമാനൊക്കെ ചില സമയത്ത് നമ്മൾ വിളിക്കും, ഓ ഉമ്മ എനിക്ക് നല്ല വിശപ്പാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് നല്ല പ്രശ്നമാണല്ലോ, നല്ല വേദനയാണല്ലോ എന്നൊക്കെ പറയും. ആൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറമാടപ്പെട്ട മഖബറയുള്ള ആ സ്ഥലത്ത്, അതിന്റെ പരിസരത്ത് പള്ളിയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്വന്തം വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും പ്രിയപ്പെട്ടതാണല്ലോ ഏതൊരു മുഅ്മിനും നബി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ നിലക്ക് നബിയെ എന്ന് വിളിച്ചു ഒരു പരിവേദനം പറഞ്ഞു എന്നല്ലാതെ അത് നബി കേൾക്കും, ഉത്തരം ചെയ്യും, ഭക്ഷണം തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എന്നുള്ളത് മുസ്ലിയാരുടെ ദുഷിച്ച കണ്ടുപിടുത്തമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. അങ്ങനെ വിശദീകരിച്ച അഹ്ലുസുന്നയുടെ ഒരു ഇമാമിനെയും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. ഒന്ന്, ആ അൽജു എന്നുള്ളതിൽ നബിയെ എനിക്ക് ഭക്ഷണം തരണേ എന്ന പ്രാർത്ഥന ഇല്ല. അത് നബിയോട് ആവലാതിപ്പെട്ടതാണ്. നബി തങ്ങൾക്ക് പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള പൂർവികരുടെ ദുർവ്യാഖ്യാനം മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ചോദിച്ചതാണ്. ഇനി അത് തന്നെ സ്വഹീഹാണോ? നിങ്ങൾ കൊണ്ടുവന്നത് തന്നെ സ്വഹീഹായ ഒരു സംഗതിയാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ കൊണ്ടുവന്ന ആ രേഖ എന്താണ്? അത് കൃത്യമായിട്ടും അതിലുള്ളത് എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. അതിൽ തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിക്കുന്നു, നിങ്ങൾ കൊണ്ടുവന്ന ആ കഥ, യാ റസൂലല്ലാഹ് അൽജൂ എന്ന് പറയുന്നത് ഇസ്നാദോട് കൂടി കൊണ്ടുവരാൻ, പൂർണ്ണമായ സ്വഹീഹായ ഒരു സനദോട് കൂടി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. ആദ്യം നിങ്ങൾ ആ സംഭവം ഒന്ന്, ഞാൻ ചോദിച്ചതിന് മറുപടി അല്ല, ഇനി ആ സംഭവം തന്നെ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? അത് ഇസ്നാദോട് കൂടി വന്നിട്ടില്ല. മൂന്നാമതായിട്ട് അതിൽ ഇസ്തിഗാസ ഇല്ല. അൽജു എന്ന എനിക്ക് ഭക്ഷണം തരണേ എന്നുള്ള പ്രാർത്ഥന അതിലില്ല, ഇസ്തിഗാസ അതിലില്ല. ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫ എന്ന് പറഞ്ഞ കൃതിയിൽ ഉദ്ധരിച്ചതാണ് ഇസ്തിഗാസക്ക് തെളിവായി സാധാരണ മുമ്പൊക്കെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ തന്നെ അദ്ദേഹം ഇസ്നാദ് ഇല്ലാതെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുന്തു അന വ തൊബറാനി വ അബു ശൈഖു ഫി ഹറമി റസൂലില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു എന്നല്ലാതെ അതിലെന്തില്ല? വ്യക്തമായി ഇസ്നാദില്ല. ഇനി ഇമാം ദഹബി താരിഖുൽ ഇസ്ലാമിൽ കൊണ്ടുവന്നു,
മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സിയറു അയലാമിൻ നുബലായിലും കൊണ്ടുവന്നു, തദ്കിറത്തുൽ ഹുഫാദിലും കാണാം. അവിടെയൊക്കെ റുവിയ എന്നാണ് മനസ്സിലായത്. റുവിയ എന്താ? റുവിയ എന്ന് പറഞ്ഞാൽ തംബീലിന്റെ സിഗയാണ്, ഉദ്ധരിക്കപ്പെട്ടു, പറയപ്പെട്ടു, ഇങ്ങനെ ഒരു കഥ പറയപ്പെടുന്നുണ്ട്. അപ്പൊ തൊബറാനിയുടെ പേരിലേക്ക് ചേർത്ത് നാട്ടിലൊരു കഥയുണ്ട് എന്നുള്ളത് ചില സന്ദർഭത്തിൽ ചില കിതാബുകളിൽ സ്ഥാനം പിടിച്ചു എന്നല്ലാതെ മുസ്ലിയാരെ ഇതൊരു നടന്ന സംഭവമല്ല, സനദോടുകൂടി ഉദ്ധരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഉദ്ധരിച്ചാലും ഇത് പൂർവികരിൽ നടന്നതല്ല, നബിയിലോ സ്വഹാബത്തിലോ താബിയങ്ങളിലോ തബൗ താബിയങ്ങളിലോ നടന്നതല്ല. മാത്രവുമല്ല ഇതിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസയില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു, ആദ്യം തൊട്ടു മുമ്പുള്ള ചോദ്യത്തിന് ഉത്തരമല്ല, കളിയാക്കി ഈസാ നബിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് ഈ ഗ്രൂപ്പിലെ ശ്രോതാക്കളെ ബോധ്യപ്പെടുത്താൻ അൽഹംദുലില്ലാഹ് സാധിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൊണ്ടുവന്നതോ, ഇനി ഈ തൊബറാനി അങ്ങനെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടില്ല. തൊബറാനിയുടെ മുന്നിൽ അൽജു അൽജു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വാഭാവിക ആലങ്കാരിക പ്രയോഗം മാത്രമാണ്, ഇനി ഇത് ശരിയാണെന്ന് വെച്ചാൽ പോലും. എന്നാൽ തൊബറാനി രോഷാകുലനാവുകയാണ്. ഇജ്ലിസ്, ഇരിക്കടാ അവിടെ എന്നാ പറയുന്നത്, അല്ലാതെ നല്ലൊരു പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കല്ല ചെയ്തത്. ആ പണി, ആ വാക്ക് പറഞ്ഞാൽ നീ അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് അത് ഒരു മുൻകറിന്റെ ശൈലിയിൽ ആണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നുള്ളതും പണ്ഡിതന്മാരൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായിരുന്നാലും നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന അഊദു ബി കലിമാത്തില്ലാഹി താമയിൽ നിങ്ങൾക്ക് തെളിവില്ല. ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന അൽജു അൽജു ഒരു ഹദീസേ അല്ല, ഒരു പ്രമാണമേ അല്ല. ഇവിടെ പ്രമാണമാണ് മുസ്ലിയാരെ അഖീദക്ക് കൊണ്ടുവരേണ്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രമാണം കൊണ്ടുവരുമ്പോൾ അത് ഖുർആൻ ആയിരിക്കണ്ടേ, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളായിരിക്കണ്ടേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഖീദയുടെ വിഷയത്തിൽ തെളിവ് കൊണ്ടുവന്നാൽ നിങ്ങൾ അശ്ശരി അഖീദക്കാരനാണല്ലോ. അശ്ശരി മദ്ഹബുകാരനാണെങ്കിൽ നിങ്ങൾ മുത്തവാത്തിറായ റിപ്പോർട്ട് തന്നെ കൊണ്ടുവരണം. ഇത് മുത്തവാത്തിറാണോ? അല്ല. ഇത് ആഹാദാണോ? അല്ല. ഇത് ഹദീസാണോ? അല്ല. ഇത് ആസർ എന്ന് പറയാൻ പറ്റുമോ? അതുമല്ല. ഇതൊരു കഥയാണ്, ഒരു ഹിക്കായത്താണ്. അതും റുവിയ, പറയപ്പെട്ടു എന്ന് പറയുന്ന ഒരു കഥ മാത്രമാണ്, വ്യക്തമായതല്ല. അപ്പൊ ഇതുപോലുള്ളത് കൊണ്ടുവന്നിട്ട്, ഈ ചപ്പടാച്ചികൾ കൊണ്ടുവന്നിട്ട് തെളിവാക്കുന്ന സഖാഫിയുടെ ദൈന്യതയാണ് നമ്മൾ ഇവിടെ ഇപ്പോഴും കണ്ടിരിക്കുന്നത്.